ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കേഡറ്റെക്കിന്റെ റിസൾട്ട് ഒക്കെ വന്നു അല്ലേ? ഇനി കേഡറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്താണ്? നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി തയ്യാറെടുക്കുന്ന പരീക്ഷകൾക്കായിക്കൊള്ളട്ടെ, അതേപോലെ നിങ്ങളുടെ കേഡറ്റുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, അതേപോലെ നിങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം, അതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ഉടൻ തന്നെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ ഒരു ഫ്രീ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൂടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അപ്ഡേറ്റുകളും ഉടൻ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ അപ്ഡേറ്റുകൾ മാത്രമല്ല, ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ കൂടെ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ തീർച്ചയായും അത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്നത്തെ അപ്ഡേറ്റ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ റിസൾട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് പേരാണ് ഇത്തവണ കേഡറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അല്ലേ? അതായത് നമ്മളിപ്പോൾ 10 കേഡറ്റിലായി 7000-ഓളം പേരാണ് എയിംസിൽ നിന്നും കേഡറ്റ് ക്വാളിഫൈ ചെയ്തത്. കഴിഞ്ഞ തവണ നമ്മുടെ സ്പെഷ്യൽ കേഡറ്റ് ബാച്ചിലുണ്ടായിരുന്ന എല്ലാ അധ്യാപകരും കേഡറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്തവണ കേഡറ്റ് ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനി എന്തെങ്കിലും കേഡറ്റ് കാരണവശാൽ കേഡറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്ത ആളുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ അവർ ഇനി ഒട്ടും വിഷമിക്കേണ്ട. നമുക്ക് LPUPയുടെ നോട്ടിഫിക്കേഷന് മുമ്പ് റിസൾട്ട് വരും എന്ന് ഉറപ്പുള്ള ഒരു കേഡറ്റ് കൂടിയുണ്ട്. നമുക്ക് അത് നേടിയെടുക്കാം. എന്നാൽ LPUPക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ LPUPയുടെ നോട്ടിഫിക്കേഷൻ ഡിസംബറിലല്ലേ, 2026 ഡിസംബറിലൊക്കെ അല്ലേ വരൂ, ഇനി സമയമുണ്ടല്ലോ എന്ന് ചിന്തിച്ചിരിക്കേണ്ട. കൃത്യമായി തന്നെ നേരത്തെ പഠിച്ചു തുടങ്ങിയാലേ നല്ലൊരു റാങ്കിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കൂ. അപ്പോൾ അതിനുവേണ്ടി ഇതാ നമ്മുടെ LPUPയുടെ യോധ ബാച്ച്, പുതിയ ബാച്ചാണ് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെയാണ് നിങ്ങൾക്കായി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും PDF മെറ്റീരിയൽസും SCRT NCRT 250 വീതം ചോദ്യങ്ങൾ വരുന്ന മാരത്തോൺ സെഷൻസും 50 മോഡൽ പരീക്ഷകളും നിരവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും എല്ലാം വരുന്ന പേഴ്സണൽ മെന്റേഴ്സോട് കൂടി വരുന്ന ബാച്ചാണ് നിങ്ങൾക്കായി ഇത്തവണ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ ഏറ്റവും മികച്ച ക്ലാസ്സുകളോടൊപ്പം നിങ്ങളുടെ LPUP പഠനം നമുക്കിനി ഊർജിതമാക്കാം. ഇനിയിപ്പോൾ അടുത്ത കേഡറ്റിനായി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാറ്റഗറി 1, 2, 3, 4 എന്നിവയുടെ പുതിയ ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഞങ്ങൾ പറയുന്ന പോലെ കഴിഞ്ഞ 10 കേഡറ്റിലായിട്ട് 7000-ഓളം ആളുകൾ എന്ന് പറയുന്ന വെറും വാക്കുകളല്ല, അക്കമിട്ട് തന്നെ ഓരോ ആളുകളെയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മുൻപിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവരുടെ റിസൾട്ടുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ നല്ല നല്ല മാർക്കോട് കൂടെ തന്നെ നിങ്ങൾക്കും കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും എയിം സ്റ്റഡി സെന്ററിലൂടെ കേട്ടോ. അതേപോലെ ഇത്തവണ കേട്ടിട്ട് വിജയിച്ച ആളുകളുടെ മുൻപിലുള്ള അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ LPUP ആണ്. അപ്പോൾ ആ LPUPക്കുള്ള പ്രിപ്പറേഷൻസ് കൂടെ ഇതിനോടൊപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ പഠിച്ച് കേട്ടിട്ട് നേടിയെടുത്തതിനൊരു അർത്ഥമുള്ളൂ അല്ലേ? നല്ലൊരു റാങ്കിലേക്ക് എത്തണം, ഒരു ഗവൺമെന്റ് ജോലി, നമ്മുടെ ലൈഫ് സെക്യൂർ ആവണം. ഓക്കെ, അപ്പോൾ ആ ഒരു ലൈഫ് സെക്യൂർ ചെയ്തുകൊണ്ട് നല്ലൊരു റാങ്കിലേക്ക് എത്തി നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എയിം സ്റ്റഡി സെന്റർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. എയിംസിലൂടെ ജോലിയിലേക്ക് കയറിയവരാണ് നിങ്ങൾ ഓരോരുത്തരെയും ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം. അപ്പോൾ ഇതേപോലെ നല്ല നല്ല റാങ്കുകളോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, നമ്മൾക്കും ഗവൺമെന്റ് സ്കൂളുകളിൽ അധ്യാപകർ എന്ന സ്വപ്നത്തിലേക്ക് കൈപിടിച്ചു ഉയരാം. ഓക്കെ, അപ്പോൾ മറക്കണ്ട, നമ്മുടെ LPUPയുടെയും കേഡറ്റിന്റെയും പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. സ്പെഷ്യൽ ഓഫർ കൂടെ നിങ്ങൾക്കിപ്പോൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി നമ്മൾക്ക് കേട്ടറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പരീക്ഷാ ഭവന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ നമ്മൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന കേട്ടറ്റ് വെരിഫിക്കേഷൻ നിങ്ങളുടെ വിദ്യാഭ്യാസ ജില്ല അല്ലെങ്കിൽ DE ഓഫീസിന് കീഴിൽ ഏത് ദിവസമാണ്, ഏത് കാറ്റഗറിക്കാണ് വെരിഫിക്കേഷൻ ഉണ്ടാവുക പോലെയുള്ള അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം അറിയണം അല്ലേ? അപ്പോൾ ഈ പറയുന്ന അപ്ഡേറ്റ്സ് എല്ലാം തന്നെ അറിയുന്നതിനായിട്ട് ജില്ലാ അടിസ്ഥാനത്തിലൊരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ലയുടെ ലിങ്കിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. അതിലൂടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, പരീക്ഷാ ഭവന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് ബ്രീഫ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ തീർച്ചയായും ഇത് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നിങ്ങളോടൊപ്പം പരീക്ഷ എഴുതിയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് അതേപോലെ BEd ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പരീക്ഷാ ഭവന്റെ കേഡറ്റ് വിജ്ഞാപന പ്രകാരം മതിയായ യോഗ്യത ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ വെരിഫിക്കേഷൻ നടപടികൾക്കായി ബന്ധപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ പോകേണ്ടതുള്ളൂ. അതായത് കാറ്റഗറി 1 ആണ് എന്നുണ്ടെങ്കിൽ TTC, DEd, DLEd ++2 അല്ലെ, നമ്മൾ അങ്ങനെയാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഇതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റ് പ്ലസ് നമ്മളിപ്പോൾ OBC ആണെങ്കിൽ ആ റിസർവേഷനിൽ 82 മതിയാവും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ അല്ലേ? അപ്പോൾ നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതെല്ലാം തന്നെ എന്ത് ചെയ്യണം, ഇതിനോടൊപ്പം തന്നെ അസലും അതിൻ്റെ പകർപ്പും ഹാജരാക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതാണ് ആദ്യം പറയുന്നത്.
രണ്ടാമത്തത്, കേട്ടറ്റ് വിജ്ഞാപന പ്രകാരം ഓരോ വിഭാഗത്തിലും പരീക്ഷാർത്ഥികൾക്ക് വേണ്ട യോഗ്യതകൾ നിഷ്കർഷിച്ചിട്ടുള്ളതും അത് പ്രകാരമുള്ള എല്ലാ അസൽ രേഖകളും ആയതിന്റെ പകർപ്പുകളും ഉൾപ്പെടെ വെരിഫിക്കേഷൻ നടപടികൾ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ജനന തീയതി, പേര്, ഫോട്ടോ എന്നിവ അപേക്ഷ സമർപ്പണ വേളയിൽ തെറ്റായി രേഖപ്പെടുത്തിയവർക്ക് വെരിഫിക്കേഷൻ നടത്തി നൽകാത്തതും തെറ്റ് തിരുത്തിയ പുതിയ ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്ന മുറയ്ക്ക് മാത്രമേ വെരിഫിക്കേഷൻ നടത്തി തരാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതായത് ഹാൾ ടിക്കറ്റ് മിസ്സായ ആളുകൾ ഉണ്ടാവും, ജനന തീയതി, പേര് പോലെയുള്ള തെറ്റായ ഇൻഫർമേഷൻ, നമ്മൾ ചിലപ്പോൾ ഡോട്ടുകൾ, പേര് എന്തെങ്കിലും എക്സ്റ്റൻഷനോടുകൂടെ വരുന്നതിൽ തെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ സമയത്ത് വെരിഫിക്കേഷൻ സമയത്ത് എന്ത് ചെയ്യാം, തെറ്റ് തിരുത്തി പുതിയ ഹാൾ ടിക്കറ്റ് വാങ്ങിയതിന് ശേഷം മാത്രമേ വെരിഫിക്കേഷൻ നടപടിക്രമങ്ങൾ നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ജനന തീയതിയിലാണ് തെറ്റ് വരുത്തിച്ചിരിക്കുന്നതെങ്കിൽ പരീക്ഷാർത്ഥിയുടെ അപേക്ഷാ ഹാൾ ടിക്കറ്റിന്റെ പകർപ്പും SSLC സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും 100 രൂപയുടെ ചലാൻ 0202011092 എന്ന ഹെഡിൽ ഒടുക്കിയതിന് അസൽ സ്വന്തം അഡ്രസ് എഴുതി മതിയായ തുകയ്ക്കുള്ള സ്റ്റാമ്പ് ഒട്ടിച്ച് കവർ ഉൾപ്പെടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അത് ഏതിനാണ്? നമുക്ക് ജനന തീയതിയിൽ തെറ്റ് വരുത്തിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ അപേക്ഷ സമർപ്പണ സമയത്ത് നമുക്ക് പേരാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് എങ്കിൽ പരീക്ഷാർത്ഥിയുടെ അപേക്ഷ, ഹാൾ ടിക്കറ്റിന്റെ പകർപ്പ്, SSLC സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, 100 രൂപയുടെ ചലാൻ 0202011092 എന്ന ഹെഡിൽ ഒടുക്കിയതിന്റെ അസൽ, SSLC സർട്ടിഫിക്കറ്റിലെയും കേട്ടറ്റ് അപേക്ഷയിലും രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് ഒന്ന് തന്നെയാണെന്ന് സ്വയം സത്യപ്രസ്താവന ഗസറ്റ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയത്, സ്വന്തം അഡ്രസ് എഴുതി മതിയായ തുകയ്ക്കുള്ള സ്റ്റാമ്പ് പതിപ്പിച്ച് കവർ എന്നിവ ഉൾപ്പെടുത്തി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഹാൾ ടിക്കറ്റ് പരീക്ഷാ കേന്ദ്രത്തിലെ ഇൻവിജിലേറ്റർ ഒപ്പ് രേഖപ്പെടുത്തിയ ഹാൾ ടിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. വിവിധ കാരണങ്ങളാൽ പുതിയ ഹാൾ ടിക്കറ്റ് ലഭ്യമായവർക്ക് വീണ്ടും ഇൻവിജിലേറ്ററിന്റെ ഒപ്പ് രേഖപ്പെടുത്തേണ്ടതില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഇങ്ങനെ അപേക്ഷിച്ചു, അപ്പോൾ നമുക്ക് പുതിയ ഹാൾ ടിക്കറ്റ് ലഭിച്ചു, പിന്നെ ഇൻവിജിലേറ്ററിന്റെ ഒപ്പ് വാങ്ങാൻ പോകേണ്ടി വരില്ല. നമ്മൾ എന്ത് ചെയ്താൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നുള്ളത് കൊണ്ട് നേരിട്ട് നമുക്ക് DE ഓഫീസിൽ ഹാജരാവാവുന്നതാണ്. പരീക്ഷാ ഇളവ്, ജാതിയുടെ ആനുകൂല്യം എന്നിവയ്ക്ക് അർഹരാണെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളവർ ആയതിന്റെ അസൽ രേഖ നിർബന്ധമായും സമർപ്പിക്കേണ്ടതാണ്. അതായത് പരീക്ഷാ ഫീസ് ഇളവ്, നമ്മളിപ്പോൾ എന്താണ് ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ളവർക്ക് ഒരു ചെറിയ ഫീസ് ഇളവ് വരുന്നുണ്ട് അല്ലെ, അതോ അല്ലെങ്കിൽ OBC ആണ് എന്നുള്ളവർക്ക് മാർക്കിന്റെ ഒരു ഇളവ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ ഫീസ് ഇളവോ മാർക്കിന്റെ ഇളവോ ലഭിച്ചിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായും ഈ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. അതേപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ പരിശോധനാ വേളയിൽ സമർപ്പിക്കപ്പെടുകയാണെങ്കിൽ പ്രസ്തുത സർട്ടിഫിക്കറ്റുകളുടെ സത്യാവസ്ഥ ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി ബോർഡിൽ നിന്നും ലഭ്യമാക്കേണ്ടതിന് ശേഷം മാത്രമേ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തുവാൻ പാടുള്ളൂ. ജെന്യൂനിറ്റി സർട്ടിഫിക്കറ്റ്, അത് അതേപോലെ തന്നെ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. തമിഴ്നാട്ടിലോ പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലോ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു സ്റ്റെപ്പ് വരുന്നത് കേട്ടോ. അതേപോലെ B.Ed, D.Ed, DLED മുതലായ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കെ പരീക്ഷ എഴുതിയവർ കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുമ്പോൾ 2ാം വർഷം, അതായത് നമ്മുടെ 3ാമത്തെ സെമസ്റ്റർ തെളിയിക്കേണ്ടതും വിജയിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്ക് മാത്രമേ വെരിഫിക്കേഷൻ പൂർത്തീകരിച്ച് നൽകുകയുള്ളൂ. അതായത് 3rd സെം പഠിച്ചുകൊണ്ടിരിക്കുന്നവരും 4th സെം പഠിച്ചുകൊണ്ടിരിക്കുന്നവരും നമ്മൾ കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെ 4th സെമ്മോ 3rd സെമ്മോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അപേക്ഷിച്ച് ആ എക്സാം ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ അപേക്ഷാ വേളയിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു, 3rd സെം പഠിക്കുകയായിരുന്നു എന്നുള്ള പ്രിൻസിപ്പളുടെ ഒരു എന്ത് വാങ്ങണം, നമ്മളൊരു ഫോം വാങ്ങേണ്ടതുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിനുശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ, നമ്മളെ B.Edന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ TTC DLEDന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം മാത്രം അടുത്ത കേട്ടറ്റിന്റെ വെരിഫിക്കേഷൻ സമയത്ത് ചെന്നിട്ടാണ് നമ്മൾ വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടത്. ഓക്കെ അല്ലേ. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് എന്നിവ പരിശോധനയ്ക്കായി പരിഗണിക്കുന്നതാണ്. പരിശോധനയ്ക്കായി യഥാസമയം ഹാജരാക്കാത്തവർക്ക് തൊട്ടടുത്ത കേട്ടറ്റ് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് പരിശോധന വേളയിൽ മാത്രമേ അവസരം നൽകുകയുള്ളൂ. എന്തെങ്കിലും കാരണവശാൽ ഈ കേട്ടറ്റ് നമുക്കിപ്പോൾ വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കേട്ടറ്റ് പരീക്ഷ കഴിഞ്ഞ് അതിന്റെ വെരിഫിക്കേഷൻ വരുന്ന സമയത്താണ് നമ്മൾ ഈ വെരിഫിക്കേഷനായിട്ട് പോകേണ്ടത്. ഓക്കെ, നമ്മുടെ വിദ്യാഭ്യാസ ജില്ല ഏതാണോ അവിടെ മാത്രമാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനായിട്ട് ഹാജരാവാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതിയ ഏത് DE ഓഫീസിന് കീഴിലാണോ ആ DE ഓഫീസിലായിരിക്കും നമ്മളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവുക. അപ്പോൾ എന്നായിരിക്കും, എപ്പോഴായിരിക്കും എന്നുള്ളതൊക്കെ പത്രമാധ്യമങ്ങൾ വഴിയാണ് നമ്മളെ അവർ അറിയിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളെല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ കേട്ടറ്റിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ.
കേഡറ്റ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ ശേഷം അടിയന്തര സർട്ടിഫിക്കറ്റിനായി അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. അർഹരായ എല്ലാ വിദ്യാർത്ഥികളുടെയും സർട്ടിഫിക്കറ്റുകൾ ഒരുമിച്ച് മാത്രമേ ഈ കാര്യാലയത്തിൽ നിന്നും അനുവദിക്കുകയുള്ളൂ. എന്താണ്, നമ്മൾ ഡി ഓഫീസിലെ വഴിയാണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് വിതരണങ്ങളെല്ലാം നടക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ ശേഷം നമ്മളിപ്പോൾ നമ്മളുടെ ഡിഗ്രിയുടെയൊക്കെ സർട്ടിഫിക്കറ്റിന് അർജന്റ് എന്ന് പറഞ്ഞൊരു അപേക്ഷയൊക്കെ സമർപ്പിക്കാറുണ്ട് അല്ലേ. അങ്ങനെയുള്ള അപേക്ഷയൊന്നും സമർപ്പിക്കേണ്ടതില്ല. വെരിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ഒന്നിച്ച് തന്നെയാണ് എല്ലാ സർട്ടിഫിക്കറ്റുകളിലും ഒന്നിച്ച് തന്നെ ഡി ഓഫീസ് വഴി നമ്മൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ കേഡറ്റ് വിജ്ഞാപനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന യോഗ്യതകൾക്ക് വിപരീതമായ അപേക്ഷ സമർപ്പിക്കുകയും പരീക്ഷ എഴുതി വിജയിക്കുകയും ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ വെരിഫിക്കേഷൻ നിരുപാധികം നിരസിക്കുന്നതുമാണ്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും തെറ്റായ ക്വാളിഫിക്കേഷൻസ്, ഇപ്പോൾ BEd സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്, അതല്ലെങ്കിൽ ഡിഗ്രി ഇല്ലാതെ കേഡറ്റ് 2 അപേക്ഷിച്ച ആളുകൾ ഉണ്ടാവും അല്ലെ. അങ്ങനെ നമ്മൾ ആ കേഡറ്റിൽ നിഷ്കർഷിച്ചിട്ട് യോഗ്യത ഇല്ലാതെ പരീക്ഷ എഴുതിയ ആളുകളാണ് എന്നുണ്ടെങ്കിൽ ആ വെരിഫിക്കേഷൻ സമയത്ത് അതെന്ത് ചെയ്യും, നമുക്ക് തള്ളിക്കളയുന്നതാണ്. കാസ്റ്റ്, കാറ്റഗറി എന്നിവ തെറ്റായി രേഖപ്പെടുത്തുകയും പരീക്ഷാഫലം പ്രഖ്യാപിച്ചതിൽ വിജയിക്കാത്തവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് പരിശോധന വേളയിൽ ബന്ധപ്പെട്ട അസൽ രേഖകൾ സഹിതം അതാത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ആ സമയത്ത് നമ്മൾ OBC ആണ് അല്ലെങ്കിൽ കാറ്റഗറിയുടെ ഒന്നും നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പരീക്ഷ എന്ത് ചെയ്താൽ മതി, ആ സമയത്ത് ഒരു അപേക്ഷ സമർപ്പിച്ചിട്ട് നമ്മളിപ്പോൾ ആ OBCയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പിന്നീട് ഹാജരാക്കാവുന്നതുമാണ്. പക്ഷെ വെരിഫിക്കേഷൻ സമയത്ത് നിർബന്ധമായും എന്ത് ചെയ്യണം, നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ കാര്യങ്ങൾ, അതായത് നമ്മൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ അതെല്ലാം നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ടതാണ്. മറക്കരുത്. എന്തൊക്കെയാണ് കൊണ്ടുപോവുക, നമ്മുടെ റിസൾട്ടിൻ്റെ കോപ്പി, അതേപോലെ സർട്ടിഫിക്കറ്റ്, നമ്മൾ 10th +2 BEd TTC അങ്ങനെയുള്ള നമ്മുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം ഒറിജിനൽ പ്ലസ് കോപ്പി, നിങ്ങൾ പരീക്ഷ എഴുതിയ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് തെറ്റി വരച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ഞാൻ പറഞ്ഞു തന്നു അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ LP UPയുടെ പുതിയ ബാച്ചുകൾ എയിം സ്റ്റഡി സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേഡറ്റ് വെരിഫിക്കേഷൻ ഇനി പൂർത്തിയാകട്ടെ എന്നൊന്നും വിചാരിച്ച് നിൽക്കേണ്ട. കേഡറ്റിന്റെ റിസൾട്ട് വന്നു, കേഡറ്റ് നമ്മൾ ക്വാളിഫൈഡ് ആയി. ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്താണ്, നമ്മുടെ LP UPക്കുള്ള പ്രിപ്പറേഷൻ തന്നെയാണ്. നല്ലൊരു റാങ്കിലേക്ക് നിങ്ങളെ എത്തിക്കാൻ എയിം സ്റ്റഡി സെന്റർ എന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ LP UP പഠനം ഇന്ന് തന്നെ ആരംഭിക്കുക. ഓക്കെ, അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.